ഹലോ എവ്രി വൺ, ഇത് സ്കോട്ട്ലൻഡിൻ്റെ ഫൈനൽ വീഡിയോ ആണ് ആൻഡ് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മൾ അബർഡീൻ ആണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബട്ട് ഇവിടുത്തെ ഭംഗി കണ്ടപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു പ്ലേസ് തപ്പിപ്പിടിച്ച് ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതാ പ്ലേസ് എന്നല്ലേ? ബുള്ളേഴ്സ് ഓഫ് ബുക്കാൻ. പേര് തന്നെ അടിപൊളി വെറൈറ്റി അല്ലേ? ആൻഡ് സോ ദ പ്ലേസ് ആസ് വെൽ. ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസ് തന്നെയാണിത്. ബട്ട് വെരി ബ്യൂട്ടിഫുൾ വ്യൂ, അഡ്വഞ്ചറസ് ആണ്, കുറേ കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ്. ആൻഡ് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ വാസ് റിയലി എ സക്സസ്ഫുൾ. കുറേ നടക്കാനുണ്ട്, നടന്നൊരു വഴിയാകും. ബട്ട് നമ്മുടെ തട്ടത്തിൻ മറയത്തെ സിനിമയിലൊക്കെ പറയുന്ന പോലെ നടന്ന് ചെന്ന് അങ്ങോട്ട് എത്തുന്ന സ്ഥലമുണ്ടല്ലോ എൻ്റെ സാറേ, അടിപൊളി വ്യൂ ആണ്, വർത്ത് ഇറ്റ് ആണ്. എല്ലാവരും അബർഡീൻ പോവുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട, മസ്റ്റ് വിസിറ്റ് ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത്ര അടിപൊളിയാണ് ആ വ്യൂവും ക്ലൈമറ്റും. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വിൻഡിയും കൂടെ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ആ ക്ലിഫിൽ നിന്ന്, നമ്മൾ ചെന്നെത്തുന്ന ക്ലിഫിലാണ്, ആ ക്ലിഫിൽ നിന്ന് താഴെ ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. ഞാൻ കുറേ പറഞ്ഞു നോക്കി, താഴെ ഇറങ്ങണോ, ശരിക്കും ഡേഞ്ചറസ് അല്ലേ എന്നൊക്കെ. ബട്ട് എവിടെ കേൾക്കാൻ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആ വാട്ടറൊക്കെ ഉള്ള അതിൻ്റെ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. ബട്ട് അതിനായിട്ടൊരു വഴി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് ഒരു വഴിയില്ല. ബട്ട് നമുക്ക് എന്തായാലും കുടുക്ക് വഴി കൂടെയൊക്കെ കൂടി താഴോട്ട് പോകാൻ പറ്റും. പിന്നെ എനിക്ക് ഇതിൻ്റെ വാട്ടറിൻ്റെ കളറ് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു ഗ്രീനിഷ് കളറായിരുന്നു. എനിക്കിങ്ങനെ നേച്ചർ ഫീൽ തരുന്ന പ്ലേസൊക്കെ വളരെ ഇഷ്ടമാണ്. ഐ ഫീൽ കണക്റ്റഡ് ടു ദീസ് കൈൻഡ് ഓഫ് പ്ലേസസ്. ആൻഡ് ദിസ് പ്ലേസ് ഈസ് ലൈക്ക് കൈൻഡ് ഓഫ് എ ഹിഡൻ ജം എന്ന് വേണമെങ്കിൽ പറയാം. അധികം ആരും വരാത്ത ഒരു അഡ്വഞ്ചറസ് പ്ലേസ്. എനിക്ക് തോന്നുന്നു അബർഡീനിലുള്ളവർക്ക് പോലും ചിലപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് അറിയാൻ ചാൻസ് കുറവായിരിക്കും. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് മടുത്തതിന് ശേഷം ഞങ്ങൾ ക്ലിഫിൻ്റെ താഴോട്ട് ഇറങ്ങാനായിട്ട് പോയി, കുറച്ചും കൂടെ മോർ അഡ്വഞ്ചറസ് ആക്കാൻ വേണ്ടി. ക്ലിഫിൻ്റെ താഴെ വരുമ്പോൾ ഇങ്ങനെയാണ്, നല്ല രസമാണ്. കുറേ കല്ലൊക്കെ ഇട്ടിട്ട് പെബിൾസ് ബീച്ച് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പെബിൾസ് ബീച്ചിൽ കുഞ്ഞു കല്ലല്ലേ, ഇതിനകത്ത് വലിയ കല്ലുകളാണ്. താഴോട്ട് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സൂക്ഷിച്ചും കണ്ടിറങ്ങണം. അതിൻ്റെ ഓൺ ദ വേ പാത്ത്സ് എല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾക്ക് പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇറങ്ങുന്നവർ സൂക്ഷിച്ചും കണ്ട് ഇറങ്ങുക. ഞാൻ ഓൾറെഡി ഒന്ന് വീണു, ബട്ട് ഒന്നും പറ്റിയില്ല, കൊള്ളാം. പക്ഷെ കുറേ തെന്നിക്കിടക്കാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ടിട്ട് വേണം നമ്മൾ പോകാൻ. ബട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് വർത്ത് ഇറ്റ് ആണ്. അവിടെ ചെന്നപ്പോഴാണ് അപ്പൂപ്പൻ താടിയെ കണ്ടത്. അങ്ങനെ ഞാൻ പഴയ ഓർമ്മകൾ അയവിറക്കി. ബട്ട് എല്ലാം കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം.